നമസ്കാരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം ഇടതുമുന്നണിക്ക് ഒരു തിരിച്ചടിയും നൽകിയില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് നിലവിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ അടിത്തറ ഭദ്രമായി തുടരുകയാണെന്നുമായിരുന്നു അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ കണക്കുകൾ MV ഗോവിന്ദന്റെ പ്രസ്താവനയുമായി യോജിക്കുന്നതല്ല. 21-അംഗ മന്ത്രിസഭയിലെ 10 മന്ത്രിമാരുടെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഭരണകക്ഷിയെ LDFന് കാര്യമായി തന്നെ തിരിച്ചടി നേരിട്ടു. സ്വന്തം നിയമസഭാ മണ്ഡലങ്ങളിൽ കാര്യമായി തിരിച്ചടി നേരിട്ടത് 5 മന്ത്രിമാർക്കുമാണ്. ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിലെ വോട്ടുകൾ നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ കൂട്ടിയാൽ 10,000-ലേറെ വോട്ടുകൾക്കാണ് റോഷി അഗസ്റ്റിൻ, V അബ്ദുറഹിമാൻ, വീണ ജോർജ്, OR കേളു, P രാജീവ് എന്നീ മന്ത്രിമാർ പിന്നിലായത്. ഇവിടങ്ങളിൽ UDF ആണ് ഒന്നാമത്. രാമചന്ദ്രൻ കടന്നപ്പള്ളി 8,000-ഓളവും, MP രാജേഷ് 6,000-ഓളവും, V ശിവൻകുട്ടി 5,000-ഓളവും വോട്ടുകൾക്ക് പിന്നിലാണ്. ശിവൻകുട്ടിയുടെ നിയമമണ്ഡലത്തിൽ NDA ആണ് മുന്നിൽ. KB ഗണേഷ് കുമാറും VN വാസവനും പിന്നിലാണെങ്കിലും അത് 1,000-നും 2,000-നും ഇടയിൽ വോട്ടുകൾക്ക് മാത്രമാണ്. സ്വന്തം മണ്ഡലത്തിൽ 15,000-ലേറെ വോട്ടുകൾക്ക് മുന്നിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും 13,000-ഓളം ഭൂരിപക്ഷം നേടി മന്ത്രി GR അനിലും 10,000 വോട്ടുകൾ അധികം നേടി KN ബാലഗോപാലും 12,000-ഓളം ഭൂരിപക്ഷം പിടിച്ച മന്ത്രി P പ്രസാദുമാണ് നേട്ടത്തിൽ മുന്നിൽ. മന്ത്രിമാരായ K കൃഷ്ണൻകുട്ടിയുടെയും R ബിന്ദുവിന്റെയും മണ്ഡലത്തിൽ 6,000-ഓളവും AK ശശീന്ദ്രന്റെയും സജി ചെറിയാന്റെയും മണ്ഡലങ്ങളിൽ 5,000-ഓളവുമാണ് LDFന്റെ ഭൂരിപക്ഷം. മുന്നേറാനായെങ്കിലും മന്ത്രിമാരായ K രാജൻ, ചിഞ്ചുറാണി, PM മുഹമ്മദ് റിയാസ് എന്നിവർ 2,000-ൽ താഴെ വോട്ടുകൾക്ക് മാത്രമാണ് മുന്നിൽ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലമായ പറവൂരിൽ 10,000 വോട്ടുകൾക്ക് UDFന് മുന്നിലെത്താനായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ 11,000 വോട്ടുകൾക്ക് UDF ഒന്നാമതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ കേരളത്തിൽ ഇപ്പോൾ 80 നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം UDFന് തന്നെയാണ്. LDFന് 58 നിയമസഭാ സീറ്റിലും NDAക്ക് 2 സീറ്റിലും ഭൂരിപക്ഷമുണ്ട്. മലപ്പുറം, വയനാട്, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ UDFന്റെ സമഗ്രാധിപത്യമാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ LDFന് മുൻതൂക്കമുണ്ട്. കണ്ണൂരിൽ 1 സീറ്റിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് LDFന്റെ മുൻതൂക്കം. തിരുവനന്തപുരത്തെ നേമം, വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ NDAക്കും ഭൂരിപക്ഷമുണ്ട്. അതേസമയം കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും ഇതൊന്നും തന്നെ MV ഗോവിന്ദൻ അംഗീകരിക്കുന്നില്ല. ഇന്നത്തെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അദ്ദേഹം തന്റെ കഴിഞ്ഞ ദിവസത്തെ നിലപാട് ആവർത്തിക്കുകയായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കണക്കാക്കിയാൽ 110 നിയമസഭാ മണ്ഡലത്തിൽ UDFന് മേൽക്കൈ ഉണ്ടായിരുന്നു. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് 75-80 കുറഞ്ഞെന്ന് വലതുപക്ഷ മാധ്യമങ്ങൾ പറഞ്ഞു. 19 സീറ്റിൽ മാത്രം മുന്നിലായിരുന്ന LDF 58 സീറ്റിൽ ഇപ്പോൾ മുന്നിലെത്തിയെന്ന് UDF പത്രം മലയാള മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്തു. മാതൃഭൂമി അത് 59 ഉയർത്തി. ഞാൻ നിയമസഭയിൽ പ്രതിനിധീകരിക്കുന്ന തളിപ്പറമ്പിൽ UDF മുന്നിലാണെന്ന് മനോരമ പറയുമ്പോൾ മാതൃഭൂമി പറയുന്നത് LDF ആണെന്നാണ്. ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെയും മലപ്പട്ടം പഞ്ചായത്തിലെയും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട വാർഡുകളിലെ വോട്ട് കൂടി കണക്കാക്കിയാൽ ഭൂരിപക്ഷത്തിന്റെ തോത് വീണ്ടും വർദ്ധിക്കും. അതായത് കണക്കുകൾ സൂക്ഷ്മമായി പരിശോധിച്ചാൽ 64 സീറ്റ് വരെ LDFനാണ്. ഇത് സൂചിപ്പിക്കുന്നത് LDFന് തുടർ ഭരണം ഉറപ്പിക്കാനുള്ള കരുത്ത് ഇപ്പോഴും ഉണ്ടെന്നാണ് അദ്ദേഹം ഇന്നത്തെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ചരിത്രം അവസാനിക്കുന്നില്ല എന്ന് ഇടതുപക്ഷ വിരുദ്ധരെ വിനീതമായി ഓർമ്മിപ്പിക്കട്ടെ. ഒരുപാട് തിരിച്ചടികളും തോൽവികളും കടന്നാണ് CPMഉം ഇടതുപക്ഷവും ഇന്നത്തെ അവസ്ഥയിലെത്തിയത്. ഉദാഹരണത്തിന് 2001-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 40 സീറ്റാണ് ലഭിച്ചത്. അന്നും CPMഉം ഇടതുപക്ഷവും തകർന്നുവെന്ന വ്യാഖ്യാനം വലതുപക്ഷം ഉയർത്തി. എന്നാൽ 2006-ൽ 98 സീറ്റ് നേടി LDF അധികാരത്തിലെത്തി. 2010-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFന് തോൽവിയുണ്ടായി. 6 ജില്ലാ പഞ്ചായത്തുകൾ മാത്രമാണ് ലഭിച്ചത്. ബ്ലോക്ക് പഞ്ചായത്തുകൾ 59, ഗ്രാമപഞ്ചായത്തുകളിൽ 360, മുനിസിപ്പാലിറ്റികളിൽ 17 മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലഭിച്ചതിനേക്കാളും വോട്ട് കുറവായിരുന്നിട്ടും 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഭരണം നഷ്ടമായത് വെറും 2 സീറ്റിനായിരുന്നു. ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരാനുള്ള കരുത്ത് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. എന്ത് വില കൊടുത്തും LDFനെ തോൽപ്പിക്കുക എന്ന നയമാണ് UDFും BJPയും കൈക്കൊണ്ടത്. 10 വർഷമായി സംസ്ഥാനത്തും 11 വർഷമായി കേന്ദ്രത്തിലും ഭരണമില്ലാത്ത കോൺഗ്രസിന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും തോറ്റാൽ അടിത്തറയിളകും. അതിനാൽ വർഗീയ തീവ്രവാദ കക്ഷികളായ ജമാഅത്തെ ഇസ്ലാമിയുമായും SDPIയുമായും സഖ്യത്തിലാണ് 400ഓളം തദ്ദേശ സ്ഥാപനങ്ങളിൽ UDF മത്സരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ കോൺഗ്രസും BJPയും പരസ്പര ധാരണയുണ്ടായിരുന്നുവെന്നും MV ഗോവിന്ദൻ ആരോപിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച 41 സീറ്റിൽ UDF 3-ാം സ്ഥാനത്താണ്. BJP ജയിക്കുകയും LDF 2-ാം സ്ഥാനത്തെത്തുകയും ചെയ്ത 25 സീറ്റിൽ UDFന് ലഭിച്ച 1000 വോട്ടിൽ താഴെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയത് BJP ആണെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് LDF ആണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തായ LDF ഇത്തവണ 1,67,522 വോട്ട് നേടി ഒന്നാമതെത്തി. അന്ന് 1-ാം സ്ഥാനത്തായിരുന്ന BJP 2-ാം സ്ഥാനത്തെത്തി. LDFന്റെ കോട്ടകൾ തകർന്നടിഞ്ഞു എന്ന് വിലയിരുത്തുന്നവർ അറിയാനായി ചില ഉദാഹരണങ്ങൾ പറയാം. 1964 മുതൽ പ്രതിപക്ഷമില്ലാതെ CPIയും LDFും ഭരിക്കുന്ന ആന്തൂരിൽ 29 സീറ്റും LDF ഇക്കുറി നേടി. 5 സീറ്റിൽ എതിരില്ല. കണ്ണൂരിൽ 10 തദ്ദേശ സ്ഥാപനങ്ങളിൽ LDFന് പ്രതിപക്ഷമില്ല. കാസർകോട്ടെ പിലിക്കോടും പാലക്കാട് കണ്ണമ്പ്ര പഞ്ചായത്തിലും LDF എല്ലാ സീറ്റും നേടി. അങ്ങനെ എല്ലാ അർത്ഥത്തിലും LDF നേട്ടം ഉണ്ടാക്കിയെന്നാണ് MV ഗോവിന്ദന്റെ പോസ്റ്റിലും പറയുന്നത്.